ശ്രീനാഥ് ചന്ദ്രൻ ജമ്മുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഈ അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് ജമ്മുവിൽ സംഭവിച്ചത് എന്താണ്? പങ്കുവെക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീനാഥ് ചന്ദ്രൻ? ഇന്നിപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ജമ്മു ഒക്കെ തന്നെ ശാന്തമായ അവസ്ഥയിലാണ്. ബ്ലാക്ക് ഔട്ടൊക്കെ മാറി വെളിച്ചമൊക്കെ എത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങി തുടങ്ങുന്ന ഒരു സമയവുമാണ്. കഴിഞ്ഞ രാത്രി ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് വലിയ തോതിൽ ഒരു അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. മാത്രമല്ല ജമ്മു നഗരമേഖലയിലേക്കും ഒന്നും തന്നെ ഇന്നലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡ്രോണുകളും മറ്റും ജമ്മുവിൻ്റെ ആകാശത്തും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നതാണ്. മാത്രമല്ല അത് വീണ് പല വീടുകൾക്കും മറ്റും കാര്യമായ ഗുരുതരമായ കേടുപാടുകൾ പറ്റിയത് നമ്മൾ കണ്ടതുമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഏതായാലും അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് അതിർത്തിയിൽ അതായത് LOCയിൽ തന്നെയാണ് ഈ തരത്തിൽ ഏറ്റുമുട്ടൽ നടന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു ഏറ്റുമുട്ടൽ നഗ്രോത്തയിൽ നടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു ജവാന് അവിടുത്തെ ആർമി ബേസിലേക്ക് കടന്നുകയറി നടത്തിയ ആക്രമണത്തിൽ ഒരു ജവാന് പരിക്കേറ്റിട്ടുണ്ട്. ആ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് ഔദ്യോഗികമായി തന്നെ സേന അറിയിക്കുന്നത്. ഇന്നലെ ചില ആളുകൾ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചുവെന്നും അവരെ തിരിച്ച് വെടിവെച്ചു എന്നുമുള്ള വിവരങ്ങളാണ് ആർമി നൽകിയത്. ഈ ഇൻട്രൂഡേഴ്സിനെ, ഈ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് വിവരം. പലപ്പോഴും ഈ ഭീകരവാദികൾ സൈന്യത്തിന്റെ വേഷം ധരിച്ചാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് മുതിരാറുള്ളത്. പെഹൽഗാമിൽ നമ്മൾ അതാണ് കണ്ടത്. ഇന്നലെ നഗരത്തിലും അതിന് സമാനമായ ഒന്ന് കണ്ടു എന്ന തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. RS-പുര അടക്കമുള്ള മേഖലകളിലും സമാനമായ ചില റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി വന്നിരുന്നു. അപ്പോൾ അതിർത്തി മേഖലയിൽ നവ്ഷേര, ബാരാമുള്ള അടക്കമുള്ള സെക്ടറുകളിലൊക്കെ തന്നെ ഇന്നലെ വൈകിട്ട് 7:30 ശേഷമാണ് യഥാർത്ഥത്തിൽ കാര്യമായ തരത്തിൽ ഒരു വെടിവെപ്പ്, സീസ് ഫയർ വയലേഷൻ അത് പൂർണ്ണാർത്ഥത്തിൽ സംഭവിച്ചത്. പിന്നാലെ ഡ്രോണുകളും മറ്റും ഈ ശ്രീനഗർ അടക്കം ലക്ഷ്യമിട്ട് വന്നു. പക്ഷെ ഒന്നും തന്നെ കാര്യമായ അപകടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ, അതിനെയൊക്കെ നിർവീര്യമാക്കാൻ നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞു. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഈ തരത്തിൽ ആക്രമണത്തിന് പാകിസ്ഥാൻ ഇന്നലെ മുതിർന്നിരുന്നു. നമ്മളൊരു സീസ് ഫയർ കരാറിലേക്ക് വന്നതിന് ശേഷം വെടിനിർത്തലിന് നമ്മൾ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതിന് ശേഷമാണ് ഗുജറാത്തിലെ ഭുജിലേക്ക് ഡ്രോണുകൾ എത്തിയത്. ഈ കാര്യം അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിൽ അമൃത്സർ അടക്കമുള്ള നഗരങ്ങളിലൊക്കെ തന്നെ പിന്നാലെ അപായ മുന്നറിയിപ്പുകൾ വന്നു. പഞ്ചാബിലേക്കും ഈ തരത്തിലുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നു എന്നൊരു വിവരമുണ്ട്. പക്ഷേ എവിടെയും തന്നെ കാര്യമായ നാശനഷ്ടമൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് സത്യമാണ്. കശ്മീരികളെ സംബന്ധിച്ചിടത്തോളം, ജമ്മുവിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വൈകിട്ട് ഒരു വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയ സമയത്ത് ഒരല്പം ആശ്വാസവും സന്തോഷവും ഒക്കെ ഈ ജനങ്ങളുടെ മുഖത്ത് കാണാമായിരുന്നു. വലിയ സന്തോഷത്തോടെ ആ തീരുമാനം അവർ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നാലെയാണ് ആ സന്തോഷം രോഷത്തിന് വഴിമാറിയത്. ആദ്യം ഈ സീസ് ഫയർ വയലേഷൻ നടന്നു, ഈ വെടിനിർത്തൽ കരാർ ലംഘനം നടന്നു എന്ന് നമ്മളൊക്കെ അറിയുന്നത് ഇവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു തന്നെയാണ്. ഇവരുടെയൊക്കെ ബന്ധുക്കളും മറ്റും അതിർത്തിക്ക് തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അവരാണ് ആദ്യം തന്നെ ജമ്മുവിലേക്കും ശ്രീനഗറിലും ഒക്കെയുള്ള ബന്ധുക്കളെ വിളിച്ച് ഇവിടെ കാര്യമായ വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്ന വിവരം പറഞ്ഞത്. പിന്നാലെ പ്രാദേശിക മാധ്യമങ്ങൾ അത് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ഈ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹം ഈ ജനങ്ങളുടെ അതേ രോഷം അദ്ദേഹത്തിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുകയും ചെയ്തു. ഈ വെടിനിർത്തൽ കരാർ പിന്നെ എന്താണ് എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. ആ തരത്തിൽ പിന്നീട് ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടി കൊടുത്തു എന്ന് പറയുന്നു. രാത്രി വൈകി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിലാണ് പാകിസ്ഥാൻ ഈ കാര്യത്തിൽ ഗൗരവമായി എടുത്ത് തക്കതായ പരിഹാരം ചെയ്തേ മതിയാകൂ എന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത്. റീജിത്ത്.